എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ? എൻ്റെ മനസ്സിൽ ഞാൻ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന ആ വലിയ സ്വപ്നം അതൊരു ദിവസം സത്യമായി തീരുമോ? ചില ആഗ്രഹങ്ങൾ നമ്മൾ തുറന്നു പറയില്ല, കാരണം അത് വളരെ വിലപ്പെട്ടതാണ്. ചിലത് നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മനസ്സിലാകുന്നവയാണ്. ചിലത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തവയാണ്. പക്ഷെ ഇവയെല്ലാം ഒരിക്കലും വെറുതെയാകുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഈ ലോകത്ത് ചില സൂചനകളുണ്ട്. ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കാത്തപ്പോഴും ചില നമ്പറുകൾ, ചില സംഭവങ്ങൾ, ചില അടയാളങ്ങൾ വഴി നമ്മോട് സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അതിലേറ്റവും ശക്തമായ 2 നമ്പറുകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ തൊടുകുറിയിലൂടെ. 585 555, മറ്റൊന്ന് 999 999. ഈ 2 നമ്പറുകൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികം അല്ല എന്ന് പലരും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് എന്നൊരു സൂചനയായി അത് കാണപ്പെടുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ 2 നമ്പറുകളിൽ ഒന്ന് മനസ്സിൽ തിരഞ്ഞെടുക്കണം. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിലുപരി നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ആ ആഗ്രഹം നടക്കുമോ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനാദ്യം നിങ്ങൾ ഈ 2 നമ്പറുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ നമ്പർ ഏതാണോ അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്പറുകൾ മാറ്റി സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫലം നഷ്ടപ്പെടുത്തും. ഇതിനോടകം തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓരോ നമ്പറിൻ്റെയും ഫലങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ 555 555 ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇത് ഒരു സാധാരണ നമ്പറല്ല. ഇതൊരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന. പക്ഷേ ആ മാറ്റം പുറത്തുനിന്ന് തുടങ്ങുന്നതിന് മുൻപ് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾക്ക് പണത്തേക്കാൾ മനസമാധാനം വിലപ്പെട്ടതാണ്. ലോകം മുഴുവൻ പണത്തിനായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, ഇതെല്ലാം നേടി എന്ത് പ്രയോജനം, മനസ്സ് ശാന്തമല്ലെങ്കിൽ എന്ന്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വസ്തുക്കൾക്ക് മോഹം തോന്നുന്നവരല്ല. മറ്റുള്ളവർക്ക് കിട്ടിയത് കണ്ട് അസൂയപ്പെടുന്നവരുമല്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ സ്ലോ ആകുന്നു എന്ന്. കാരണം നിങ്ങൾ ഗ്രീഡിയല്ല, നിങ്ങൾക്ക് അത്യാഗ്രഹമില്ല, നിങ്ങൾ പ്യുവറാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില അപകടകരമായ സാഹചര്യങ്ങളിൽ, ചില വലിയ പ്രശ്നങ്ങളിൽ നിങ്ങൾ അവസാന നിമിഷം രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അത് ലക്കല്ല, അത് പ്രൊട്ടക്ഷനാണ്. ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു ഷീൽഡ് പോലെ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, എനിക്കൊന്നും ശരിയായി നടക്കുന്നില്ല എന്ന്. പക്ഷേ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോകേണ്ട ചില സമയങ്ങളിൽ പോലും നിങ്ങൾ എങ്ങനെയൊക്കെയോ നിലനിന്നു. അതുകൊണ്ടാണ് 555 നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റിലാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപുള്ള സൈലൻസ് ആണ്, ശാന്തതയാണ്. 555 എന്നത് മാറ്റത്തിൻ്റെ നമ്പറാണ്. പഴയത് തകർന്നു പുതിയത് ഉണ്ടാകുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ പോയിട്ടുണ്ടാകും, ചില ബന്ധങ്ങൾ അവസാനിച്ചിട്ടുണ്ടാകും, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം പോകുന്നു?
പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് നഷ്ടമല്ല, അത് ക്ലിയറൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ തെറ്റായവ നീക്കം ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഒരു സത്യം ഞാൻ ഇവിടെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന് വേണ്ട പരിശ്രമം എല്ലായ്പ്പോഴും ചെയ്യുന്നില്ല. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ശരി, നടക്കേണ്ടത് നടക്കും. ഇത് വിശ്വാസമാണ്. പക്ഷെ അതേ സമയം ഇതൊരു ഡിലേക്കും കാരണമാകുന്നു. കാരണം ദൈവം നിങ്ങൾക്ക് അവസരം നൽകും, പക്ഷെ അതിനെ പിടിക്കാൻ നിങ്ങൾ തന്നെ നീങ്ങേണ്ടതുണ്ട്. 555 കാണുന്നവരുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരും. പക്ഷേ ആക്ഷൻ എടുത്താൽ മാത്രമേ അത് റിയാലിറ്റി ആകൂ. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം, എന്നാൽ മാത്രമേ അത് പ്രാവർത്തികമാകൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആഗ്രഹം നടക്കുമോ എന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നടക്കും, തീർച്ചയായും നടക്കും എന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കരുതുന്ന രീതിയിലല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയല്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വരും, നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ. ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്ത ശേഷമായിരിക്കും. നിങ്ങളെല്ലാം മതിയാക്കി, എനിക്കൊന്നും വയ്യ എന്ന രീതിയിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിരിക്കുന്ന ആ സമയത്തായിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും എത്തും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേഷ്യൻസ് വളരെ പ്രധാനമാണ്. അതായത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നേടാൻ കഴിയൂ. ഇനി ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ചില ആളുകൾ, നിങ്ങളെ വേദനിപ്പിച്ച ചില ആളുകൾ, അവർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ പിന്നീട് മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ട ആളായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ ഒരു വലിയ തീരുമാനം നിങ്ങളുടേതാണ്. അവരെ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണോ എന്നത്. 555 എന്ന നമ്പർ പറയുന്നത് സെക്കൻഡ് ചാൻസ് കൊടുക്കാം എന്നാണ്. പക്ഷേ സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കരുത് എന്ന് മാത്രം. ഇങ്ങനെ 555 തിരഞ്ഞെടുക്കുന്നവർ ഒരു വലിയ മാറ്റത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം ഉറപ്പാണ്. പക്ഷെ അത് നേടാൻ വിശ്വാസത്തോടൊപ്പം പ്രവർത്തനവും ആവശ്യമാണ്. ഇനി അടുത്തതായി, നിങ്ങൾ 999 തിരഞ്ഞെടുത്തതെങ്കിൽ ഇതൊരു സാധാരണ നമ്പറല്ല, ഇതൊരു കംപ്ലീഷൻ സിഗ്നലാണ്. ഒരു അധ്യായം അവസാനിച്ച് മറ്റൊരു അധ്യായം തുടങ്ങാൻ പോകുന്ന നിമിഷം. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, നമ്മൾ എന്ത് ചെയ്താലും എന്ത് ശ്രമിച്ചാലും എല്ലാം തെറ്റായി പോകുന്ന ഒരു ഘട്ടം. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര നല്ലത് ആഗ്രഹിച്ചാലും, നിങ്ങൾ എത്ര സത്യസന്ധമായി പെരുമാറിയാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് വേദനയായിരുന്ന ഒരു സമയം. അത് തന്നെയാണ് 999 തിരഞ്ഞെടുക്കുന്നവരുടെ കഥ. നിങ്ങൾ ജീവിതത്തിൽ വളരെ കഠിനമായ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോയവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എനിക്ക് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന്. മറ്റുള്ളവർ എളുപ്പത്തിൽ നേടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ വളരെ കഷ്ടപ്പാടായിരിക്കും. ചില ബന്ധങ്ങൾ നിങ്ങൾ 100% സത്യസന്ധമായി സ്നേഹിച്ചു, പക്ഷേ അത് തന്നെ നിങ്ങൾക്ക് വലിയൊരു വേദനയായി മാറി. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ കൈപിടിച്ചു നിർത്തിയവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് നിങ്ങൾ മാറിയത്. 999 തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ടാകും. അവർ സ്നേഹിച്ചാൽ 100% സ്നേഹിക്കും, പൂർണ്ണമായും അവരുടെ ഹൃദയം കൊടുക്കും. പക്ഷേ അവർ ഒരിക്കൽ ഹേർട്ടായാൽ അവർ മാറും, അവർ അകലം പാലിക്കും, അവർ വീണ്ടും അതേ ആളുകളെ ട്രസ്റ്റ് ചെയ്യില്ല. ഇത് ഈഗോ അല്ല, ഇത് സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. കാരണം നിങ്ങൾ ഒരിക്കൽ ഇല്ലാതായി, ഇനി വീണ്ടും അതേ വേദന അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറല്ല. എന്നാൽ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾ അതിലൂടെ കടന്നുപോയി. നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ സർവൈവ് ചെയ്തു. അത് ചെറിയ കാര്യമല്ല. 999 എന്നത് നിങ്ങളുടെ കഷ്ടതകൾ അവസാനിക്കുന്നു എന്നൊരു സൂചനയാണ്. എന്നാൽ ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾക്കൊരു ചെറിയ പ്രോബ്ലം ഇപ്പോഴും ഉണ്ടാകും.
നിങ്ങൾ പലപ്പോഴും തെറ്റായ ആളുകളെ വിശ്വസിക്കും, ശത്രുക്കളെ സുഹൃത്തുക്കളായി കാണും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സംശയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണമാണ്. പക്ഷേ ഇനി അതേ മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കരുത്. 999 പറയുന്നത് ട്രസ്റ്റ് ബട്ട് ഒബ്സർവ് എന്നാണ്. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്, പക്ഷേ എല്ലാവരെയും സംശയിക്കുകയും ചെയ്യരുത്. ഇനി നിങ്ങളുടെ ഭാവി, അതെ, നിങ്ങളുടെ ഇതുവരെ അനുഭവിച്ച വേദനയുടെ പകുതി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ടൊരു പോസിറ്റീവ് ഫേസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. സ്ലോ ആയി പക്ഷെ ഉറപ്പായും നിങ്ങളുടെ ജീവിതം സെറ്റിലാകാൻ പോകുന്നു. നിങ്ങൾ കാത്തിരുന്ന ആ സമാധാനം, ആ ഹാപ്പിനെസ്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നതാണ്. അതെ എന്നാണ് ഉത്തരം. പക്ഷേ 555 തിരഞ്ഞെടുത്ത ആളുകളെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ടല്ല നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത്. 999 തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹം നടക്കുന്നത് ഒരു കംപ്ലീഷൻ കഴിഞ്ഞാണ്. അതിനർത്ഥം നിങ്ങളൊരു ലെസൺ പഠിക്കണം, ആ ഒരു ഫേസ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം റിയാലിറ്റി ആകും. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അൺഫിനിഷ്ഡായി ഉണ്ടാകും. ചില ബന്ധങ്ങൾ, ചില ഡ്രീംസ്, ചില വേർഡ്സ് പറയാതെ പോയത്. അപ്പോൾ ഈ നമ്പർ പറയുന്നത്, 999 എന്ന നമ്പർ പറയുന്നത് ക്ലോഷർ വരുമെന്നാണ്. നിങ്ങൾക്ക് വേണ്ട ആൻസർ കിട്ടും, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ. അതിനുശേഷം നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുമെന്നാണ്. ഇപ്പോൾ നമ്മൾ 2 നമ്പറുകളെയും കണ്ടു, 555, 999. ഇവ 2 നമ്പറുകളും ഒരേ കാര്യം പറയുന്നുണ്ട്, പക്ഷെ വ്യത്യസ്ത രീതിയിലാണ്. 555 പറയുന്നത് നിന്റെ ജീവിതം മാറാൻ പോകുന്നു, പക്ഷെ നീ മൂവ് ചെയ്യണം എന്നാണ്. 999 പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു, കാരണം നീ ഇതിനകം തന്നെ വളരെയധികം സഹിച്ചിരിക്കുന്നു. എന്ത് നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്താലും ഒരു സത്യമുറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറുതെയാകില്ല, പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാകണം. വിശ്വാസം വേണം, അതുപോലെ ആക്ഷനും വേണം. നിങ്ങൾ പ്രവർത്തിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏത് നമ്പറാണ് തിരഞ്ഞെടുത്തത് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സന്തോഷവും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.